നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പ്രവാസികളെ സർക്കാർ വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഷീ വർക്ക് സ്പേസ് പദ്ധതിക്ക് 2058 ലക്ഷം രൂപ അനുവദിച്ചു. ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് യാത്രക്കാരന് കുത്തേറ്റു. വരന്തരപ്പള്ളി സ്വദേശി ചാക്യാത്ത് വീട്ടിൽ ജോസിനാണ് പരിക്കേറ്റത്. പുതിയതായി പണിത വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസ് കെട്ടിടം കാട് മൂടിയ നിലയിൽ. 44 ലക്ഷം രൂപ ചെലവിൽ പണിത കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിക്കാതെ കാട് പിടിച്ചു കിടക്കുന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ നവീകരിച്ച പാറോലിമന റോഡ് തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ റൂബി ജൂബിലി ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രവാസികളെ സർക്കാർ വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികൾ അയക്കുന്ന പണമാണ് ഇന്ത്യൻ ഇക്കണോമിയുടെ പ്രധാന ആശ്രയമെന്നും എന്നാൽ തിരികെ എത്തുന്ന പ്രവാസികൾക്ക് വേണ്ട സാമ്പത്തിക ചുറ്റുപാടോ സംരക്ഷണമോ ഒരുക്കുവാനുള്ള നടപടികൾ സർക്കാരുകൾ രൂപം നൽകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ അവരയക്കുന്ന പണമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ തന്നെ നഷ്ടങ്ങൾ. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഈ പ്രവാസികളുടെ റെമിറ്റൻസ് അവരയക്കുന്ന പണം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു വലിയ ജനസമൂഹമാണ് പ്രവാസി. 2026 കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പ്രവാസികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിക്ക് രൂപം നൽകുമെന്നും പ്രകടന പത്രികയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയാം. ഐക്യജനാധിപത്യ മുന്നണി 2026 അസംബ്ലിയെ നേരിടുമ്പോൾ നമുക്കൊരു പ്രകടന പത്രിക ഉണ്ടാവുമല്ലോ. ആ പ്രകടന പത്രികയിൽ വളരെ കൃത്യവും വ്യക്തവുമായ ഒരു പ്രധാനപ്പെട്ട പരിപാടി പ്രവാസികളുടെ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് ചാപ്റ്റർ തന്നെ കൊടുത്തു. വെറുതെ അല്ല, വെറുതെ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതിയൊക്കെയല്ല. പതാക ഉയർത്തലോടെയാണ് പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന, ആമ്പല്ലൂർ സെന്ററിൽ നിന്നും ഘോഷയാത്ര എന്നിവ നടത്തി. യോഗത്തിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് LV അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, TJ സനീഷ് കുമാർ ജോസഫ് MLA, KPCC ജനറൽ സെക്രട്ടറി PA സലീം, ജനറൽ കൺവീനർ ഷാഹുൽ പണിക്കവീട്ടിൽ, ജനറൽ സെക്രട്ടറി ബിജു അമ്പഴക്കാടൻ, ഡെയ്സൺ മഞ്ഞളി, ജയൻ തെക്കുംപുറം, രവി കരിയാട്ടുപറമ്പിൽ, DCC ജനറൽ സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, ബാബു കല്ലൂർ, സെബി കൊടിയൻ, TM ചന്ദ്രൻ, കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, KM ബാബുരാജ്, പ്രിൻസൺ തയ്യാലിക്കൽ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ അളഗപ്പനഗർ എന്ന ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് ആദ്യമായ പ്രവാസി ഭാരതീയ ദിവസ് ഇത് പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ച കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ ഭാരവാഹികളെ വനിതകൾക്ക് ജോലി ചെയ്യാൻ സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഇടം യാഥാർത്ഥ്യമാക്കി
കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഷീ വർക്ക് സ്പേസ് പദ്ധതിക്ക് 2058 ലക്ഷം രൂപ അനുവദിച്ചതായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അറിയിച്ചു. നിർമ്മാണ തുകയിൽ 1955.51 ലക്ഷം രൂപ നബാർഡും 102.43 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരുമാണ് വകയിരുത്തിയിരിക്കുന്നത്. അടുത്ത 3 സാമ്പത്തിക വർഷങ്ങളിൽ 3 ഘട്ടങ്ങളായാണ് പദ്ധതിക്കായുള്ള നബാർഡിന്റെ വിഹിതം അനുവദിക്കുക. പ്രവൃത്തിയുടെ സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കാനാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസ്സി ഫ്രാൻസിസ്, സജിത രാജീവ്, BDO KK നിഖിൽ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി വട്ടോലി, AE VP രോഹിത് എന്നിവരും പങ്കെടുത്തു. കേരളത്തിലെ പിണറായി ഗവൺമെന്റ് ഒരു നവകേരളം രൂപപ്പെടുത്തുക എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ആശയത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു വർക്ക് നിയർ ഹോം എന്ന ആശയം. ആ വർക്ക് നിയർ ഹോം എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കയ്യിലുള്ള 1 ഏക്കർ ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഷീ വർക്ക് സ്പേസ് എന്ന ഒരു അഭിമാന പദ്ധതി നടപ്പിലാക്കുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് യാത്രക്കാരന് കുത്തേറ്റു. വരന്തരപ്പള്ളി സ്വദേശി ചാക്യാത്ത് വീട്ടിൽ ജോസിനാണ് പരിക്കേറ്റത്. പുതിയതായി പണിത വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസ് കെട്ടിടം കാട് മൂടിയ നിലയിൽ. 44 ലക്ഷം രൂപ ചെലവിൽ പണിത കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിക്കാതെ കാട് പിടിച്ച് കിടക്കുന്നത്. വില്ലേജ് ഓഫീസിന്റെ സൈഡിലൂടെ വഴി ആവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി കോടതിയിൽ നിന്നും സ്റ്റേ മേടിച്ചതാണ് പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് എന്ന് വില്ലേജിലെ ജോലിക്കാർ പറയുന്നു. പുതിയ കെട്ടിടം ഇഴജന്തുക്കളുടെയും നായ്ക്കളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നിലവിൽ വില്ലേജ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ 1-ാം നിലയിലാണ്. 1-ാം നിലയിൽ ആയതിനാൽ ഇവിടേക്ക് വയോധികർക്കും അംഗപരിമിതർക്കും കയറി ചെല്ലാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിലവിൽ പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ്ങിൽ 1-ാം നിലയിൽ വർക്ക് ചെയ്യുന്ന ആ വില്ലേജ് ഓഫീസിലേക്ക് വയസ്സായവർക്കും അതുപോലെ തന്നെ അംഗപരിമിതരായ ആൾക്കും കയറി ചെല്ലാനുള്ള ബുദ്ധിമുട്ട് വളരെയധികമുണ്ട്. സ്വന്തമായി കെട്ടിടമുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാതെയാണ് ഈ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ നിവേദനം നൽകി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ നവീകരിച്ച പാറോലിമന റോഡ് തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശൈലജ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 7.3 ലക്ഷം രൂപ ചെലവിലായിരുന്നു റോഡിന്റെ നവീകരണം. വേലൂപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ റൂബി ജൂബിലി ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന പ്രിൻസിപ്പൽ ജെസ്സി P ലാസർ, അധ്യാപിക TJ ജാൻസി എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് ചിറയത്ത്, പ്രധാനാധ്യാപകൻ VD ജോഷി, PTA പ്രസിഡന്റ് ഷീജോ ഞെരിഞ്ഞാമ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് അരങ്ങേറി. സാധാരണക്കാരുടെ മക്കൾക്ക് വിദ്യയുടെ അമൃത് കരകരമാക്കുന്നതിന് വേണ്ടിയാണ് സെന്റ് ജോസഫ് സ്കൂൾ ഇവിടെ സ്ഥാപിച്ചത്. ഇതിന് മുൻകൈയെടുത്തവരെയും ഇതിൽ സഹായിച്ചവരെയും നമുക്ക് നന്ദിയോടുകൂടി സന്ദർഭത്തിൽ സ്മരിക്കാം. വട്ടനാത്ര പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മേൽശാന്തി സനൽ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് ദിവാകരൻ കൊല്ലേരി, സെക്രട്ടറി മോഹനൻ കീളത്ത്, ട്രഷറർ രാമദാസ് കൊല്ലേരി, വൈസ് പ്രസിഡന്റ് ശങ്കരൻകുട്ടി കൊല്ലേരി, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ കൊല്ലേരി, കൺവീനർ അനൂപ് കുമാർ കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി. പ്രാദേശിക സമിതികളുടെ ആസ്ഥാനങ്ങളിലും കൊടിയേറ്റം നടത്തി. ഈ മാസം 15-നാണ് താലപ്പൊലി മഹോത്സവം.
മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നു. പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, KSCB ഓഫീസ്, സഹകരണ ബാങ്ക്, ടെലിഫോൺ എക്സ്ചേഞ്ച്, വിവിധ സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ വെള്ളിക്കുളങ്ങരയിൽ ഉണ്ടെങ്കിലും പൊതു കളിസ്ഥലം ഇവിടെയില്ല. വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്ത് വിഭജിക്കപ്പെടുമ്പോൾ പുതിയ പഞ്ചായത്ത് രൂപം കൊള്ളാനിരിക്കുന്നതും വെള്ളിക്കുളങ്ങര ആസ്ഥാനമായാണ്. മറ്റത്തൂർ, കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ ഈയിടെ പഞ്ചായത്ത് അധീനതയിൽ വന്നു ചേർന്ന സ്ഥലം ഉപയോഗപ്പെടുത്തി കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. നമ്മുടെ വെള്ളിക്കുളങ്ങര പ്രദേശത്ത് ഒരു കളിസ്ഥലം പൊതുവായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ നമുക്കിത് ഇപ്പം പുറമ്പോക്ക് പഞ്ചായത്തിന് ലഭിച്ച ആ സ്ഥലത്ത് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതിനുള്ള നിയമ നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്. വെള്ളിക്കുളം വലിയ തോടിൻ്റെ കരയിലുള്ള പഞ്ചായത്ത് വക സ്ഥലത്ത് കളിസ്ഥലം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിക്കുളങ്ങരയിലെ സാമൂഹ്യ പ്രവർത്തകനായ റഷീദ് ഏറത്ത് നവകേരള സദസ്സിൽ അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഇതിനാവശ്യമായ സ്ഥലം ഇപ്പോൾ ലഭ്യമല്ലെന്നും സ്ഥലം ലഭിക്കുന്ന മുറയ്ക്ക് ഈ ആവശ്യം പരിഗണിക്കാമെന്നുമാണ് നിവേദനത്തിന് അധികൃതരിൽ നിന്നും ലഭിച്ച മറുപടി. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വെള്ളിക്കുളങ്ങര പട്ടികജാതി കോളനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവജനങ്ങളും വിദ്യാർത്ഥികളും കളിസ്ഥലമില്ലാത്തതിനാൽ കായിക വിനോദങ്ങൾക്കോ പരിശീലനത്തിനോ കഴിയാതെ വിഷമിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനായ തിലകൻ കുന്നുമേൽ പറഞ്ഞു. ഇവിടുത്തെ സ്ഥലവാസികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സ്കൂൾ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഒരു നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ആക്കിയെടുക്കുന്നതിന് ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇത് മുഖേന ഉണ്ടാവണം. വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം വേണമെന്ന ആവശ്യം യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. നമ്മൾക്ക് ഇവിടെ ഒരു രണ്ട് സ്കൂളുകളുണ്ട്. ഈ രണ്ട് സ്കൂളിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് ഒരു വലിയൊരു പോരായ്മയാണ്. ഈ ഒരു കളിസ്ഥലം അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും ഞങ്ങളുടെ പട്ടികജാതി കുടുംബക്കാരുടെ മക്കൾക്കും പിന്നെ ഈ ദേശത്തിലെ എല്ലാ ആൾക്കാർക്കും അത് വളരെ ഉപയോഗപ്രദമായ കാര്യങ്ങളാണ്. ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെ റീനൽ കെയർ മിഷന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ അമ്പനോളി ആരോധ വീട്ടിൽ ജോൺസന്റെ കുടുംബത്തിന് സൗജന്യമായി കോഴിക്കൂടും മുട്ടക്കോഴികളെയും കൈമാറി. സെന്റ് ജെയിംസ് ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസിന് വിധേയരാകുന്ന രോഗികളുടെ കുടുംബങ്ങൾക്ക് ജീവനോപാധികൾ നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ആധുനിക രീതിയിലുള്ള കോഴിക്കൂടും 1.5 വർഷത്തോളം തുടർച്ചയായി മുട്ടയിടുന്ന BB 380 ഇനത്തിലുള്ള 25 കോഴികളും തീറ്റയും ജോൺസന്റെ കുടുംബത്തിന് നൽകിയത്. അമ്പനോളി സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ ആഷൽ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജെയിംസ് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ, ആശുപത്രി ഓപ്പറേഷൻ മാനേജർ TJ പൗലോസ്, റീനൽ കെയർ മിഷൻ PRO AP ജോസ്, AC ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്തെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അടുത്ത 4 ദിവസവും സംസ്ഥാനത്ത് മഴയുണ്ടാകും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ HS വിഭാഗത്തിൽ UPST തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം വ്യാഴാഴ്ച രാവിലെ 11-ന് HS വിഭാഗം ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസ്സിംഗ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. 18 വയസ്സായവർക്ക് അപേക്ഷ നൽകാം. ഉയർന്ന പ്രായപരിധിയില്ല. അവസാന തീയതി ജനുവരി 31. ജില്ലയിലെ പഠന കേന്ദ്രം സ്വിഫ്റ്റ് ഇൻഫോടെക്, കൃഷ്ണ ബിൽഡിംഗ്, 11/442, നടത്തറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം, മൂർക്കനിക്കര സെന്റർ. ഫോൺ 8089781509. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ നിന്നും വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിന് താഴെയുള്ളവർ പുനർവിവാഹിത അല്ലെന്നുള്ള സാക്ഷ്യപത്രം 31/3/2024 വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ.
വരന്തരപ്പള്ളി വൈലോപ്പിള്ളി നാരായണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുലേഖയാണ് ഭാര്യ. ശലഭ, നിഷ എന്നിവർ മക്കളും. അനിൽ, രതീഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പ്രവാസികളെ സർക്കാർ വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഷീ വർക്ക് സ്പേസ് പദ്ധതിക്ക് 2058 ലക്ഷം രൂപ അനുവദിച്ചു. ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് യാത്രക്കാരന് കുത്തേറ്റു. വരന്തരപ്പള്ളി സ്വദേശി ചാക്യാത്ത് വീട്ടിൽ ജോസിനാണ് പരിക്കേറ്റത്. പുതിയതായി പണിത വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസ് കെട്ടിടം കാട് മൂടിയ നിലയിൽ. 44 ലക്ഷം രൂപ ചെലവിൽ പണിത കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിക്കാതെ കാട് പിടിച്ചു കിടക്കുന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ നവീകരിച്ച പാറോലിമന റോഡ് തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ റൂബി ജൂബിലി ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.